നല്ല സൂപ്പർ ടേസ്റ്റിൽ അപ്പത്തിനായാലും ചപ്പാത്തിക്കായാലും എന്തിന് ചോറിൻ്റെ കൂടെ ആയാലും കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഒന്ന് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു കപ്പ് ഗ്രീൻ പീസ്, കുതിർത്തിയ ഗ്രീൻ പീസാണിത്. ഏത് ടൈപ്പ് ഗ്രീൻ പീസ് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തലേ ദിവസം കുതിർത്തിയിരുന്നതാണ്. ഒരു 6-8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയാലും മതി. അതിന് ശേഷം ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഗ്രീൻ പീസ് കുറച്ച് സമയം ഒന്ന് തിളച്ച് കിട്ടണം, എങ്കിലേ ബാക്കി പച്ചക്കറികളുടെ കൂടെ വേവുള്ളൂ. അപ്പോൾ ആ ഗ്രീൻ പീസ് ശരിക്കും തിളച്ചിട്ടുണ്ട്. ഈ സമയത്തേക്ക് ഒരു 4 ഉരുളക്കിഴങ്ങ് മുറിച്ചത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 4 സവാള മുറിച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയൊരു തക്കാളി ചോപ്പ് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഗ്രേവി തയ്യാറാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് വേവാനായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഗ്രേവിക്കായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ പെരിഞ്ചീരകവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ കുക്കറിൽ പച്ചക്കറി വെന്ത് കഴിയുമ്പോൾ എന്താ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് ശരിക്കും തിളപ്പിച്ചെടുക്കണം കേട്ടോ. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന തേങ്ങാരപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് ശരിക്കും ഒന്ന് മിക്സ് ചെയ്യുക. മിക്സി ഒന്ന് കഴുകി കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങാരപ്പ് ബാക്കിയുള്ളതും അതിലേക്ക് ആവശ്യമുള്ള കറിക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി പാകത്തിനാക്കി കൊടുക്കുക. അതിനുശേഷം വെളിച്ചെണ്ണയിൽ കടുകും മുളകും കറിവേപ്പിലയും അതിനുശേഷം ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ടൊന്ന് കടുക് വറുക്കെടുക്കുക. കടുക് വറുക്കുന്ന വീഡിയോ ഇതിൽ കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ വെളുത്തുള്ളി ഇട്ട് കടുക് വറുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഉപ്പ് എന്തുണ്ടെങ്കിലും കുറവെന്നുണ്ടെങ്കിൽ ഉപ്പ് ഈ സമയത്ത് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചപ്പാത്തിക്കായാലും അപ്പത്തിനായാലും ചോറിൻ്റെ കൂടെ ആയാലും കൂട്ടാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു മസാലക്കറിയാണ് കേട്ടോ. അപ്പോൾ ഈ കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇതുപോലുള്ള ഈസി റെസിപ്പികൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഫോളോ ചെയ്യുക.